കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് രക്ഷാബന്ധൻ ദിനം കടന്നുപോയത്. സഹോദരന്മാർക്കോ സഹോദര തുല്യരായി കാണുന്നവർക്കോ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുന്നതാണ് ഈ ദിവസത്തിൻ്റെ സവിശേഷത. ഇതുപോലെ ഒരു രക്ഷാബന്ധൻ ദിനത്തിൽ രാഖി കെട്ടിക്കൊടുത്ത വ്യക്തി പിന്നീട് തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളുടെ അച്ഛനുമായി മാറിയ ഒരു നടിയുണ്ട്. കാരണം അദ്ദേഹം ആ സമയം വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. നടിയോട് അദ്ദേഹത്തിന് പ്രണയവും ഒടുവിൽ ശ്രീദേവിക്ക് മുൻപാകെ നിർമ്മാതാവ് ബോണി കപൂറിൻ്റെ അമ്മ നിർദ്ദേശ മാർഗവുമാണ് രാഖികെട്ട്. ശ്രീദേവിയോട് ബോണി കപൂറിനുള്ള വികാരം അദ്ദേഹത്തിൻ്റെ അമ്മ മനസ്സിലാക്കിയിരുന്നു. ഒരു രക്ഷാബന്ധൻ ദിനത്തിൽ അവർ ശ്രീദേവിക്ക് ഒരു പൂജാ താലത്തിൽ രാഖി വെച്ച് നീട്ടി. ആ രാഖി ബോണി കപൂറിന് കെട്ടിക്കൊടുക്കാൻ നിർദ്ദേശിച്ചു. തെന്നിന്ത്യയിൽ വളർന്ന ശ്രീദേവിക്ക് ആ രാഖി ആചാരം അത്ര പിടിയില്ലായിരുന്നു. താലവും കൊണ്ട് മുറിയിലേക്ക് വന്ന ശ്രീദേവിയുടെ മുഖത്ത് അമ്പരപ്പ്. ആ താലം അവിടെ വച്ചോളൂ, കൂടുതലൊന്നും ആലോചിക്കേണ്ട എന്നായിരുന്നു ബോണി കപൂറിൻ്റെ നിർദ്ദേശം. പിന്നീട് നടന്ന കാര്യങ്ങൾ വാർത്തകളിൽ ഒരുപാട് ചർച്ചയായി. മോന ഷൂരിയുമായി വിവാഹം കഴിഞ്ഞിരുന്ന ബോണി കപൂർ നടൻ അർജുൻ കപൂർ, നടി അൻഷുല കപൂർ എന്നിവരുടെ പിതാവായിരുന്നു. പിതാവിൻ്റെ 2ാം വിവാഹം മകന് സൃഷ്ടിച്ച മാനസിക പ്രയാസത്തെക്കുറിച്ച് പിൽക്കാലത്ത് അർജുൻ വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും ശ്രീദേവിയുടെ മക്കളായ ജാൻവി, ഖുഷി എന്നിവരുമായി അർജുൻ കപൂർ അടുപ്പം കാത്തുപോന്നിരുന്നു. ശ്രീദേവി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായിരുന്നു എന്ന വാർത്ത അന്നാളുകളിൽ കാട്ടുതീ പോലെ പടർന്നിരുന്നു. 1996 ജൂൺ 2-ന് ശ്രീദേവിയെ രഹസ്യമായി വിവാഹം ചെയ്തു എന്നാണ് ബോണി കപൂർ നൽകിയിട്ടുള്ള വിശദീകരണം. എന്നാൽ 1997 ജനുവരിയിൽ മാത്രമാണ് വിവാഹം പ്രഖ്യാപിച്ചത്. മാർച്ച് മാസത്തിൽ മൂത്ത മകൾ ജാൻവി കപൂർ പിറന്നു. ശ്രീദേവി ഗർഭിണിയാണ് എന്ന ലക്ഷണങ്ങൾ പ്രകടമായ ശേഷം മാത്രമാണ് വിവാഹശേഷം പുറത്തു വന്നത്. വിവാഹത്തെക്കുറിച്ച് പിൽക്കാലത്ത് ബോണി കപൂർ വിശദീകരിച്ച് സംസാരിച്ചിരുന്നു. ശ്രീദേവിയുടേത് വിവാഹത്തിന് മുൻപുള്ള ഗർഭധാരണമല്ലായിരുന്നു എന്നാണ് ബോണിയുടെ പക്ഷം. ഷിർദിയിൽ വച്ച് ശ്രീദേവിയെ രഹസ്യമായി വിവാഹം ചെയ്തു. അന്ന് തന്നെ മധുവിധു തുടങ്ങിയതിനാൽ വളരെ വേഗം ഗർഭിണിയായി എന്നായിരുന്നു ബോണി പറഞ്ഞത്. ബോണി ഒരിക്കലും വിവാഹിതനായതുകൊണ്ടാകണം വിവാഹം നടന്ന വിവരം പ്രഖ്യാപിക്കാൻ അവർക്ക് പിന്നെയും 6 മാസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു. ശ്രീദേവി വിശ്വാസിയായ സ്ത്രീ ആയതിനാൽ ഗർഭിണിയായ നിലയിൽ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നും അക്കാരണം കൊണ്ട് രഹസ്യ വിവാഹത്തിന് ശേഷം മറ്റൊരു വിവാഹ ചടങ്ങ് നടന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീദേവിയുടെ മക്കളായ ജാൻവിയും ഖുഷിയും മാതാപിതാക്കളുടെ വഴിയെ സിനിമയിലെത്തി. വളർന്നു വരുന്ന നാളുകളിൽ അമ്മയുടെ കർശന ശിക്ഷണത്തിലാണ് താനും അനുജത്തിയും വളർന്നു വന്നിട്ടുള്ളത് എന്ന് ജാൻവി കപൂർ ഒരിക്കൽ പറയുകയുണ്ടായി. ബോണിയുടെ മകൻ അർജുൻ കപൂറും ബോളിവുഡിലെ അറിയപ്പെടുന്ന നടനായി മാറി.